നമസ്കാരം. ഏപ്രിൽ 18 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. അതായത് ഈ നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ അനുകൂലവും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമാണ്. മേടം 1-ാം തീയതി സൂര്യൻ മേടം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകുന്നതാണ്. ശുക്രൻ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിച്ചതോടുകൂടി തന്നെ വളരെയധികം ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഭാഗ്യങ്ങളും തുണയായി വരുന്നൊരു കാലഘട്ടവുമാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. സൂര്യൻ ഇടവം രാശിയിൽ എത്തുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ രാജയോഗമാണ് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ധനാഭിവൃദ്ധിയും ധനയോഗങ്ങളും സമ്പന്നതയും സൗഭാഗ്യവും ജീവിതത്തിൽ കൈമുതലായി വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും തെളിയുന്നതായിരിക്കും. എന്തുതന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഏതു തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ മേടം രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽ ഭാഗം വരെയുള്ള നക്ഷത്ര ജാതകർക്ക് കാര്യവിജയവും ശത്രുക്ഷയവും അംഗീകാരങ്ങളും ലഭിക്കുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റവും നേട്ടങ്ങളും ഈ സമയങ്ങളിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. വളരെയേറെ കാര്യവിജയങ്ങളാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. വ്യാപാര മേഖലകളിൽ പടിപടിയായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വാഹനങ്ങൾ മേടിക്കുവാൻ ഗുണകരമായിട്ടുള്ള സമയവും സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നൊരു മുഹൂർത്തമൊക്കെയാണ് ഈ സമയം കാണപ്പെടുന്നത്. ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഇടവം രാശിയിലെ കാർത്തിക അവസാനം മുക്കാൽ ഭാഗവും രോഹിണി മകയിരം ആദ്യ പകുതി വരെയുമുള്ള നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയുന്നത്. കാര്യവിജയങ്ങളും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും അസ്തമിക്കുന്ന സമയമാണ്. ദീർഘനാളത്തായിട്ടുള്ള സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയവും സാഹചര്യവും ഈ നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. ഗ്രഹനിർമ്മാണങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഗുണകരമായിട്ടുള്ളൊരു സമയവും സാഹചര്യവും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും. ഉറപ്പായും ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ശിവന് ധാര നടത്തി ഭസ്മാഭിഷേകം നടത്തുക. ജീവിതത്തിൽ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ പ്രീതി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ കൈവരുന്നൊരു സമയമാണ്. ഉറപ്പായും ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മിഥുനം രാശിയിലെ
മകീരം അവസാനം പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള നക്ഷത്ര ജാതകരുടെ കാര്യമാണ്. വളരെയേറെ സന്തോഷവും അഭിവൃദ്ധിയും നല്ല സാഹചര്യങ്ങൾ തെളിഞ്ഞു കിട്ടുകയും ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ ഈശ്വരൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നതോടുകൂടി തന്നെ ധനാഭിവൃദ്ധിയും ധനവരവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതായിരിക്കും. പുതിയ വാഹനം മേടിക്കുവാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഉറപ്പായും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഈ സമയങ്ങളിൽ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന സമയമാണ്. വിദേശയാത്രകൾ അനുയോജ്യമായിട്ട് വരുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ തേടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ ഉറപ്പായും ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ചിങ്ങം രാശിയിലെ മകം, പൂരം, ഉത്രം കാൽഭാഗം വരെയുള്ള നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരുന്ന സമയവുമാണ്. സന്തോഷം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്തായിരിക്കും. ഉറപ്പായും ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൽ അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും. സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ധാരാളം പണം നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തെളിയുന്നതായിരിക്കും. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ നടത്തുക. ഉറപ്പായും ധനനേട്ടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കടബാധ്യത ഇവയൊക്കെ നിങ്ങൾക്ക് വീട്ടി നല്ല സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ സഹായകരമാകുന്ന സമയമാണ്. അടുത്തത് ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയുന്നത്. കാര്യവിജയവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ്. വ്യാപാര മേഖലകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. കടബാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വീട്ടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറി സർവ്വാധിപത്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്താൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായും അസ്തമിക്കുന്നതായിരിക്കും. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്ന ഈ കാലഘട്ടം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വര അനുഗ്രഹങ്ങൾ കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബസമേതം ക്ഷേത്രദർശനങ്ങൾ നടത്തുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുക. വളരെയധികം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളുമുള്ള ഈ സമയം ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഏത് പ്രവർത്തന മേഖലകളിലും ഒന്നാമതായി തീരുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ശത്രുവിന്മേൽ വിജയങ്ങൾ കൈവരിച്ച് ധാരാളം പണം സമ്പാദിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുക തന്നെ ചെയ്യുന്നതായിരിക്കും.